ഡൽഹിയിലെ ചെങ്കോട്ടയ്ക്ക് സമീപമുണ്ടായ സ്ഫോടനം സംബന്ധിച്ച അന്വേഷണം ഭീകരാക്രമണ സാധ്യത മുന്നിൽ കണ്ടാണ് പുരോഗമിക്കുന്നത്. സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ പാകിസ്ഥാൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ലഷ്കർ-ഇ-തോയ്ബ പോലുള്ള ഭീകരവാദ ഗ്രൂപ്പുകളുമായുള്ള ബന്ധം സംശയിക്കുന്നു. ഒക്ടോബർ 30-ന് പാകിസ്ഥാനിൽ നിന്നുള്ള ലഷ്കർ കമാൻഡർ സൈഫുള്ള സെയ്ദ് പുറത്തുവിട്ട ഒരു വീഡിയോ സന്ദേശം അന്വേഷണ ഏജൻസികൾ ഗൗരവമായി നിരീക്ഷിച്ചു വരികയാണ്. ഈ വീഡിയോയിൽ ലഷ്കർ തലവൻ ഹാഫിസ് സയ്യിദ് ബംഗ്ലാദേശിലൂടെ ഇന്ത്യയെ ആക്രമിക്കാൻ പദ്ധതിയിടുന്നതായി സൈഫുള്ള സെയ്ദ് അവകാശപ്പെട്ടിരുന്നു. ബംഗ്ലാദേശിൽ ഭീകരർ ഇതിനോടകം എത്തുകയും ഓപ്പറേഷൻ സിന്ദൂറിന് പകരമായി പ്രതികാരം ചെയ്യാൻ തയ്യാറെടുക്കുകയാണെന്നും സൈഫ് വീഡിയോയിൽ പറഞ്ഞിരുന്നു. ഈ അവകാശവാദം ശരിവെക്കുന്ന തരത്തിൽ പാകിസ്ഥാനിൽ നിന്ന് ലഷ്കർ ഭീകരവാദികൾ ബംഗ്ലാദേശിലേക്ക് കടന്നിട്ടുണ്ടെന്ന് രഹസ്യാന്വേഷണ വൃത്തങ്ങൾ സംശയിക്കുന്നു. നേരത്തെ ഇസ്ലാമിക് സ്റ്റേറ്റ് പോലുള്ള ഭീകരവാദ ഗ്രൂപ്പുകൾ ഇന്ത്യയിൽ ആക്രമണങ്ങൾക്ക് പദ്ധതിയിടുന്നതായി രഹസ്യാന്വേഷണ വിഭാഗത്തിന് വിവരം കിട്ടിയിരുന്നു. ഈ വിവരവും നിലവിലെ സ്ഫോടനവുമായി ബന്ധമുണ്ടോ എന്ന് അന്വേഷണ ഏജൻസികൾ പരിശോധിച്ചു വരികയാണ്. നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി അടക്കമുള്ള അന്വേഷണ സംഘങ്ങൾ വിശദമായ പരിശോധനകളിലൂടെ സ്ഫോടനത്തിനു പിന്നിലെ യഥാർത്ഥ ഗൂഢാലോചന കണ്ടെത്താനുള്ള ശ്രമത്തിലാണ്. രാജ്യത്തെ നടുക്കിയ ഈ സ്ഫോടനം സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുമെന്ന് പ്രതീക്ഷിക്കുന്നു. സംഭവത്തിന്റെ വിശദമായ അന്വേഷണത്തിലൂടെ കുറ്റവാളികളെ കണ്ടെത്താനും ഇത്തരം ഭീകരപ്രവർത്തനങ്ങൾ തടയാനും അധികൃതർ പ്രതിജ്ഞാബദ്ധരാണ്. അതേസമയം ചെങ്കോട്ടയ്ക്ക് സമീപം പൊട്ടിത്തെറിച്ച ഹ്യുണ്ടായി i20 കാർ ഹരിയാന രജിസ്ട്രേഷനിലുള്ളതാണെന്ന് വ്യക്തമായി. കാർ രജിസ്റ്റർ ചെയ്ത ഗുഡ്ഗാവ് സ്വദേശിയെ പോലീസ് ചോദ്യം ചെയ്ത് വരികയാണെന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. താൻ വാഹനം മറ്റൊരാൾക്ക് വിറ്റതായി ഇയാൾ അന്വേഷണ ഉദ്യോഗസ്ഥരോട് പറഞ്ഞു. നിലവിലെ ഉടമയെ കണ്ടെത്താനായി പോലീസ് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസുമായി ചേർന്ന് പ്രവർത്തിക്കുകയാണ്. കാർ ഒന്നിലധികം കൈകൾ മാറിയിട്ടുണ്ടോ എന്നും അന്വേഷിക്കുന്നുണ്ട്. ഗുഡ്ഗാവ് സ്വദേശിയിൽ നിന്ന് ആദ്യം ഓഖ്ലയിലുള്ള ഒരാൾക്കും പിന്നീട് അയാളിൽ നിന്ന് അംബാല സ്വദേശിക്കുമായിരിക്കാം കാർ വിറ്റതെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ കരുതുന്നത്. വാഹനത്തിന്റെ നമ്പർ ഉപയോഗിച്ച് നടത്തിയ പരിശോധനയിൽ ഈ കാർ അവസാനമായി ANPR ക്യാമറയിൽ പതിഞ്ഞത് ജൂണിൽ സൗത്ത് ഈസ്റ്റ് ഡൽഹിയിലെ ബദർപൂരിലാണ്. വാഹനവുമായി ബന്ധപ്പെട്ട എല്ലാ രേഖകളും അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് കൈമാറിയിട്ടുണ്ട്. നിലവിലെ ഉടമയെ കണ്ടെത്താനായി ബന്ധപ്പെട്ട സംസ്ഥാനങ്ങളിലെ പോലീസ് സേനകൾ ഏകോപനത്തോടെ പ്രവർത്തിക്കുന്നു. അന്വേഷണത്തിന്റെ ഭാഗമായി CCTV ദൃശ്യങ്ങളെ ആശ്രയിക്കുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ അറിയിച്ചിട്ടുണ്ട്. സ്ഫോടനത്തെക്കുറിച്ചുള്ള വിവരം ലഭിച്ച 10 മിനിറ്റിനുള്ളിൽ ഡൽഹി ക്രൈംബ്രാഞ്ച്, ഡൽഹി സ്പെഷ്യൽ ബ്രാഞ്ച് എന്നിവയുടെ ടീമുകൾ സ്ഥലത്തെത്തി. NSG, NIA ടീമുകൾ FSL സഹിതം സമഗ്രമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞു.